ഇംഗ്ലീഷിലെ ലെസൺ 3 ഇട്ടിട്ടില്ലല്ലോ റിലേറ്റീവ് പ്രൊനൗൺസിന്റെ. Good morning. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൈമറി കെയർ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ? എല്ലാവരും അത് വായിച്ചെന്ന് കരുതുന്നു കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോ പ്രൈമറി കെയർ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ? ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ സർവീസ് ആണ് എന്ത് തരുന്നത് നമുക്ക്, പ്രൈമറി കെയറിൽ നമുക്ക് തരുന്നത് അല്ലെ? അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, വാക്സിനേഷൻ, മെഡിസിൻ ഫോർ സിമ്പിൾ എയിൽമെന്റ്, സീസണൽ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ നോർമൽ ഡെലിവറീസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൈമറി കെയർ ഹോസ്പിറ്റലുകൾ തരുന്ന സർവീസുകൾ. ഇനി ഇത്തരം, അതായത് PHC ആണ് പ്രൈമറി കെയർ തരുന്ന ഹോസ്പിറ്റലുകൾക്ക് ഉദാഹരണം എന്ന് കൂടി എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇതൊരു സിമ്പിൾ ഓർഗനൈസേഷൻ ആണ്, കൂടാതെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ആണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, സെക്കൻഡറി കെയറിലോട്ട് പോകാം. എന്താണ് സെക്കൻഡറി കെയർ? സെക്കൻഡറി കെയർ എന്ന് പറഞ്ഞാല് ദ്വിതീയ പരിചരണം എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. അതായത് സെക്കൻഡറി ലെവലിലുള്ള കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മുടെ സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ചാപ്റ്റർ 4 ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലിന്റെ കണ്ടിന്യൂസ് പാർട്ടാണ് ഇപ്പൊ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, secondary care. These are hospitals that offer medical care which is one level higher than primary care. Such hospitals will offer treatments such as general surgery, non-complex specialty surgeries, basic intensive care, clinical procedure, cesarean delivery, etc. In government system, community health center, CHC, and divisional and district hospitals are considered as secondary care hospitals.
Secondary care hospitals are better resourced than primary hospitals and handle a large number of emergency cases. Most of the small and mid-sized private hospitals described in earlier section generally offer secondary care. Secondary care കൊടുക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പ്രൈമറി കെയർ ഹോസ്പിറ്റലിനേക്കാളും കുറച്ചുകൂടി മികച്ച നിലവാരം പുലർത്തുന്ന ഹോസ്പിറ്റലുകളാണ്. അതായത് പ്രൈമറി കെയറിൽ നമ്മൾ കണ്ടു ബേസിക് ആയിട്ടുള്ള കെയർ മാത്രമേ എവിടെ കൊടുക്കുന്നുള്ളൂ, പ്രൈമറി കെയറിൽ കൊടുക്കുന്നുള്ളൂ അല്ലെ. ഓക്കെ, പക്ഷെ അതിനേക്കാളും ഒരു പിടി മുന്നിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റി ഓഫ് സർവീസ് എവിടെ നമുക്ക് നൽകുന്നുണ്ട്, അത് സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രൈമറി കെയർ ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടി എന്താണ് മികച്ച നിലവാരത്തിലുള്ളതാണ് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ. ഓക്കെ, അവിടെ ജനറൽ സർജറി നടത്താറുണ്ട്. ഓക്കെ, ഓപ്പറേഷൻസ് അല്ലെ, സർജറീസ് എന്ത് ചെയ്യാറുണ്ട്, അവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറീസ്, അധികം മാരകമല്ലാത്ത അധികം ഗുരുതരമല്ലാത്ത സർജറീസ് അവിടെ നടത്താറുണ്ട്. അതുപോലെ തന്നെ ബേസിക് ഇന്റൻസീവ് കെയർ, അത്യാഹിത വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് ഒരാളിപ്പോ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ട പരിചരണം, തീവ്ര പരിചരണം ഈ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെലിവറീസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുകൂടാതെ സിസേറിയനും കണ്ടക്ട് ചെയ്യാറുണ്ട്. നമ്മൾ പ്രൈമറി കെയറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമൽ ഡെലിവറി മാത്രമേ അവിടെ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ അല്ലെ. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവിടെ സിസേറിയനും കൂടി നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഗവൺമെന്റ് സിസ്റ്റത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് CHC അതുപോലെ തന്നെ ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ആണ് എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്, സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. CHC എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെ നമുക്ക് എന്തായിട്ട് പറയാം, CHC വിഭാഗത്തിൽ പെടുത്താം. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകൾ, അതായത് നിങ്ങളുടെ ജില്ലയിലുള്ള ജില്ലാ ആശുപത്രികൾ ഉണ്ടല്ലോ, ഇപ്പൊ 14 ജില്ല ഉണ്ടല്ലേ നമുക്ക് കേരളത്തില്. 14 ജില്ലകളിലുമായിട്ട് 14 ജില്ലാ ആശുപത്രികൾ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ താലൂക്ക് ഹോസ്പിറ്റലുകളും ഒക്കെ എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്, അതൊക്കെ സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് ഉദാഹരണമായിട്ട് നമ്മൾക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഡിവിഷണൽ ഹോസ്പിറ്റൽ എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഡിവിഷണൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ തൊട്ട് താഴെയിട്ട് വരുന്ന ഹോസ്പിറ്റലാണ്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ അത്രയും എന്താ പറയാ സൗകര്യങ്ങളൊന്നും അവിടെ കാണില്ല. എന്നാലും താലൂക്ക് ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടി ഉയർന്നു നിൽക്കുന്നതും എന്നാൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനേക്കാൾ കുറച്ചും കൂടി താഴ്ന്നു നിൽക്കുന്നതുമായ ഹോസ്പിറ്റലുകളാണ് ഡിവിഷണൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഹോസ്പിറ്റലുകളാണ് സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് ഉദാഹരണമായിട്ട് വരിക. അപ്പൊ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആണ് ഫസ്റ്റ് വൺ ഈസ് CHC and the second one is divisional hospital and the third one is district hospital. Okay. ഇനി നെക്സ്റ്റ് ഇവിടെ പറയുന്നുണ്ട് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് ആർ ബെറ്റർ റിസോഴ്സ്ഡ് ദാൻ പ്രൈമറി ഹോസ്പിറ്റൽസ് ആൻഡ് ക്യാൻ ഹാൻഡിൽ എ ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസസ്. ഈ സെക്കൻഡറി ലെവൽ ഹോസ്പിറ്റൽസ് കുറച്ചുകൂടി എന്താണ് നമുക്ക് റിസോഴ്സസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എവിടെ? സെക്കൻഡറി കെയർ ഹോസ്പിറ്റലില്. അതായത് പ്രൈമറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് റിസോഴ്സസ് മാത്രമേ എവിടെ കാണാനായിട്ട് സാധിക്കുള്ളൂ, പ്രൈമറി കെയർ ഹോസ്പിറ്റലിൽ കാണാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ സെക്കൻഡറി കെയറിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി എന്തുണ്ട്, അവിടെ വിഭവങ്ങൾ ഉണ്ട് അല്ലെ. വിഭവങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി, നഴ്സിന്റെ അവൈലബിലിറ്റി, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സിന്റെ അവൈലബിലിറ്റിയുമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ എന്തിനേക്കാളും കൂടുതലാണ്, പ്രൈമറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെക്കാളും ഈ ഒരു ഹോസ്പിറ്റലില് കൂടുതലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ എമർജൻസി കേസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ധാരാളം ആളുകള്, ധാരാളം എന്ന് പറയാൻ പറ്റില്ല, ഒന്നോ രണ്ടോ ആളുകൾ ഇപ്പൊ ആക്സിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോധം കെട്ട് വീഴുകയോ അല്ലെങ്കിൽ ശ്വാസതടസ്സം ഉണ്ടാവുകയൊക്കെ വന്നു കഴിഞ്ഞാല് ഈ ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്,
അത്യാവശ്യ വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ അത്യാവശ്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞാല് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ എന്താ പറയാ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട്, സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസിന് സാധിക്കുന്നുണ്ട്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഡിസ്ക്രൈബ്ഡ് ഇൻ ഏർലിയർ സെക്ഷൻ ജനറലി ഓഫർ സെക്കൻഡറി കെയർ. അതുപോലെ തന്നെ പണ്ട് കാലത്ത് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ സ്മോൾ ഹോസ്പിറ്റലും ഈ ഒരു സെക്കൻഡറി കെയർ കൊടുത്തിരുന്ന ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റൽസില് ജനറൽ സർജറി കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഇന്റൻസീവ് കെയർ യൂണിറ്റ് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞു, CHC ഉണ്ട്, ഡിവിഷണൽ ഹോസ്പിറ്റൽ ഉണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ട്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്, സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിസോഴ്സസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസസിനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. Next one is tertiary care, means തൃതീയ പരിചരണം. ഓക്കെ, ടെർഷറി കെയർ എന്താണെന്ന് നോക്കാം. These are hospitals most advanced level of care. Generally, they offer super specialty care which is required in the field of cardiac, neuro, nephro, cancer, etc. Tertiary care hospitals will have most advanced equipment and doctors' level of qualification and expertise. The operation theater and ICU of such hospitals will typically be state-of-art government system. The medical college hospital are tertiary care level. Okay. ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടി എന്താണ്, നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കെയർ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ എന്നാണ് പറയുന്നത്. കുറച്ചും കൂടി അത്യാധുനികമായിട്ടുള്ള പരിചരണം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ ഇവിടെ കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് പലതരത്തിലാണ് അല്ലെ, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്താണ് ഉള്ളത്, മറ്റു ഹോസ്പിറ്റലുകളിനേക്കാളും കുറച്ചും കൂടി മികച്ച നിലവാരത്തിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തിരിച്ച് രോഗിക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, പരിചരണം കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കെയർ ആണ് നമുക്ക് ടെർഷറി കെയർ ഹോസ്പിറ്റലുകളിൽ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, അവിടെ നമുക്ക് കാർഡിയാക്കിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, രോഗത്തിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ന്യൂറോ, നെഫ്രോ, ക്യാൻസർ അല്ലെ, ഇത്രയും കാര്യങ്ങൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ന്യൂറോ എന്ന് പറയുന്നത് നമ്മുടെ ഞരമ്പ് അല്ലെ, നമ്മുടെ നെർവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾക്കാണ് എന്ത് കൊടുക്കുന്നത്, ന്യൂറോ ഡിപ്പാർട്ട്മെന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഇനി നെഫ്രോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കിഡ്നിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മുടെ വൃക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾക്കാണ് നെഫ്രോ ഡിപ്പാർട്ട്മെന്റ് എന്ത് കൊടുക്കുന്നത്, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ക്യാൻസർ അല്ലെ. ക്യാൻസറിന് പ്രത്യേക ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ആ വിഭാഗത്തിന്റെ പേരാണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓരോ ഹോസ്പിറ്റലുകളും, വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ നമുക്ക് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിനെ കാണാനായിട്ട് സാധിക്കും. അപ്പോ ഓങ്കോ കെയർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കെയർ, അതായത് ഓരോ രോഗത്തിനും അതനുസരിച്ച് പ്രത്യേകം പ്രത്യേകം വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടാണ് എന്ത് കൊടുക്കുന്നത്, ട്രീറ്റ്മെന്റ് ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് സെക്കൻഡറി കെയറിലും പ്രൈമറി കെയറിലും എന്ത് കാണാൻ സാധിക്കില്ല, ഇത്രയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ കെയർ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അത് ടെർഷറി ലെവലിലേക്ക് കടന്നു കഴിഞ്ഞാലാണ് ഇങ്ങനെയുള്ള കെയർ നമ്മൾക്ക് കിട്ടുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ടെർഷറി കെയർ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ് ഉണ്ടാകും. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, വളരെയധികം ബെറ്റർ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ്, മറ്റുള്ള ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് വേർതിരിച്ചു പറയാൻ തക്കവണ്ണം എന്താണ്, അത്രയും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന എക്യുപ്മെന്റുകളായിരിക്കും അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അതായത്
നല്ല രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിദേശത്ത് നിന്നൊക്കെ പഠിച്ചിറങ്ങിയ ഡോക്ടർമാര്, അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാരൊക്കെ എവിടെ കാണാനായിട്ട് സാധിക്കും? ഈ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്കറിയാം, നമ്മള് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോൾ ഡോക്ടർമാരുടെ റൂമിന് പുറത്ത് അവരുടെ ബോർഡ് വെച്ചിട്ടുണ്ടാവും. ആ ബോർഡിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി. ഡോക്ടറുടെ പേരുണ്ടാവും, കൂടാതെ MBBS, MD അങ്ങനെയൊക്കെ എഴുതിയിട്ട് എന്തെങ്കിലും ഒരു ഡിഗ്രി കൂടി എഴുതിയിട്ട് ആ ഒരു രാജ്യം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ കാനഡയിൽ നിന്നാവാം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്നാവാം, USA നിന്നാവാം. അങ്ങനെ പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ആ ഒരു പേരുകള് അവരുടെ ആ ഒരു ക്വാളിഫിക്കേഷന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള ഡോക്ടേഴ്സ് ആണ് എവിടെ വന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? ഈ ഒരു ഹോസ്പിറ്റലുകളിൽ വന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഏത് ഹോസ്പിറ്റലുകളിൽ? ടെർഷ്യറി കെയർ ഹോസ്പിറ്റലുകളിൽ വന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാകും, ICU ഉണ്ടാകും. ഓക്കെ, അതായത് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആയിരിക്കും അവിടെ ഉണ്ടാവുക. പിന്നെ ICU ഉണ്ടാകും. ഇതുപോലെ തന്നെ വേറൊരു രീതിയിൽ നമുക്കൊരു ടേം ആയിട്ട് ഇതിനെ പറയാം. ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിന് വേറൊരു ടേം ആയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഗവൺമെന്റ് സിസ്റ്റം എന്നാണ്. അതായത് അത്യാധുനിക നൂതന സാങ്കേതിക വിദ്യയോടെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളാണെന്ത്? ടെർഷ്യറി കെയർ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഗവൺമെന്റ് സിസ്റ്റം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത്യാധുനിക നൂതന സാങ്കേതിക വിദ്യയോടെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളാണ് ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ. ഓക്കെ. അതുകൂടാതെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ് ആർ ടെർഷ്യറി കെയർ ലെവൽ. നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ടെർഷ്യറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് നമുക്ക് ഉദാഹരണമായിട്ട് പറയാവുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജുകളാണ്. നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളാണ് ഹോസ്പിറ്റലുകളിൽ വെച്ചിട്ട് തൃതീയ പരിചരണം കൊടുക്കുന്നത്, അഥവാ ടെർഷ്യറി കെയർ ലെവൽ കൊടുക്കുന്നത്. ഓക്കെ, അതായത് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ആശ്രയിക്കാവുന്ന ഹോസ്പിറ്റലുകളാണെന്ത്? മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പോ പെട്ടെന്ന് നമുക്കൊരു ആക്സിഡന്റ് സംഭവിക്കുകയുണ്ടായി, എന്തെങ്കിലും ഒരു അത്യാഹിതം, എന്തെങ്കിലും ഒരു എമർജൻസി, നമുക്ക് നമ്മുടെ ആരോഗ്യം ചിലപ്പോ നമുക്ക് ബോധം കെട്ട് വീഴുകയോ അല്ലെങ്കിൽ നമുക്ക് ഒരു ആക്സിഡന്റ് പറ്റിയോ നമ്മളൊരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ പോവുക എന്തായാലും പ്രൈമറി കെയർ ഹോസ്പിറ്റലിലേക്കായിരിക്കും നമ്മൾ പോവുക. ഓക്കെ, അതിനുശേഷം അവിടെ ഞാൻ പറഞ്ഞു റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, അല്ലെ? അപ്പൊ അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ റെഫർ ഔട്ട് ചെയ്യും, അല്ലെ? എങ്ങോട്ടാണ് റെഫർ ഔട്ട് ചെയ്യണേ? സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റെഫർ ഔട്ട് ചെയ്യും. ഓക്കെ, താലൂക്ക് ആശുപത്രിയിലേക്ക് റെഫർ ഔട്ട് ചെയ്യും. അവിടെയും വലിയ രീതിയിലുള്ള, അതായത് ആക്സിഡന്റ് പറ്റിയ ഒരാളെ അല്ലെങ്കിൽ പെട്ടെന്ന് ബോധം കിട്ടും, ഇപ്പൊ സ്ട്രോക്കിന്റെ ഒക്കെ ലക്ഷണങ്ങളായിട്ട് വരുന്ന ആളാണെന്ന് പറയുമ്പോൾ സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലക്ഷണങ്ങളുള്ള ആള്, സിംറ്റംസ് എന്ന് പറയുന്നത് ആള് പെട്ടെന്ന് ബോധം കെട്ട് വീഴുക ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല ഇയാൾക്ക് എന്ത് രോഗമാണെന്ന്. അപ്പൊ നമ്മൾ സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണെങ്കിൽ അവരും എന്ത് ചെയ്യുക, റെഫർ ഔട്ട് ചെയ്യുക, അല്ലെ? വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറയും. അപ്പൊ നമ്മുടെ കൺമുമ്പിലുള്ളത് ആ ഒരു നമ്മുടെ തന്നെ നാട്ടിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റിയിലെ തന്നെ ഏറ്റവും നല്ല ഹോസ്പിറ്റലുകളായിരിക്കും, അല്ലെ? അതായത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കായിരിക്കും നമ്മൾ രോഗിയെ കൊണ്ടു ചെല്ലുക. അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ അവര് രോഗം ഡയഗ്നോസ് ചെയ്തു, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. 2 ദിവസം അല്ലെങ്കിൽ ആളൊന്ന് റിക്കവർ ആയി, മീൻസ് ആള് ക്രിട്ടിക്കൽ സ്റ്റേജ് കടന്നു. പക്ഷെ ഫർദർ ട്രീറ്റ്മെന്റ് രോഗിക്ക് ഇനിയും ആവശ്യമുണ്ട്. പക്ഷേ ആളിന്റെ സാമ്പത്തിക നില അത്ര നല്ല രീതിയിലുള്ളതല്ല. മീൻസ് ആള് നോർമൽ ഉള്ള അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നുള്ള ഒരാളാണെങ്കിൽ അവർക്കൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് താങ്ങാനായിട്ട് സാധിക്കില്ല. ഇൻഷുറൻസിന്റെ കേസൊക്കെ ഇല്ലാത്ത ആളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സാധാരണക്കാർക്ക് അവിടെ ചികിത്സിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് ഈ രോഗിയെ കൊണ്ടുപോകുക എന്നതാണ്. സർക്കാർ മെഡിക്കൽ കോളേജിലെ ഏറ്റവും നല്ല ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സുമാരുണ്ട്. അതുപോലെ തന്നെ എക്യുപ്മെന്റ്സും മെഷീനറീസും ഒക്കെ ഇതുപോലെ തന്നെ വിദേശങ്ങളിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ടെർഷ്യറി കെയർ ലെവൽ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് സിസ്റ്റത്തിൽ നിന്നും നോക്കിക്കാണുകയാണെങ്കിൽ അത് ഏതാണ്? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ
clinical specialties ആണ്. Hospitals can also be classified on the basis of clinical specialty they offer. For example, hospital which offer cardiac care are classified as cardiac hospitals. Which provide cancer care are classified as onco hospital. A hospital can offer one or more specialty, namely single specialty or multi-specialty hospital. Also, depending upon the specialty that a hospital offers, the type of resources and its organization is determined. For example, a cardiac hospital will need cath lab and a cardiac ICU, while an onco hospital will require radiation therapy unit. Okay. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഹോസ്പിറ്റലിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ലെവൽ ഓഫ് കെയർ ആണ് അല്ലെ. ആദ്യം നമ്മൾ സൈസിന്റെ പറഞ്ഞു, രണ്ടാമത്തത് ലെവൽ ഓഫ് കെയർ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് ആണ്. ഓക്കെ. Hospitals can also be classified on the basis of clinical specialty they offer. അതായത് ഓരോ ഹോസ്പിറ്റലിലും കൊടുക്കുന്ന ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ അവിടുത്തെ ക്ലിനിക്കൽ സർവീസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിവിടെ പറയുന്നുണ്ട്, കാർഡിയാക് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ നമുക്ക് കാർഡിയാക് ഹോസ്പിറ്റൽ എന്ന് പറയാം അല്ലെ. കാർഡിയാക് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഹൃദയ സംബന്ധമായിട്ടുള്ള അല്ലെ, ഹൃദയ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളാണ് ഇത് കാർഡിയാക് കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യാൻസർ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ നമുക്ക് ഓങ്കോ ഹോസ്പിറ്റൽ എന്ന് തരംതിരിക്കാം. ഇങ്ങനെയാണ്, അതായത് ഓരോ ഹോസ്പിറ്റലിലും കൊടുക്കുന്ന ക്ലിനിക്കൽ സർവീസുകൾ എന്താണോ അതിന്റെ ബേസിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഹോസ്പിറ്റലുകളെ തരംതിരിച്ചിരിക്കുന്നു. കാർഡിയാക് കെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ കാർഡിയാക് കെയർ ഹോസ്പിറ്റൽ എന്നും, ഇനി ഓങ്കോ അല്ലെങ്കിൽ എന്താ ക്യാൻസർ കെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ ഓങ്കോ ഹോസ്പിറ്റൽ എന്നും എന്ത് ചെയ്യുന്നുണ്ട്, തരംതിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഹോസ്പിറ്റലുകളും എന്താണ്, സ്പെഷ്യാലിറ്റി സർവീസുകൾ കൊടുക്കുന്നുണ്ട്. അത് സിംഗിൾ സ്പെഷ്യാലിറ്റി കൊടുക്കുന്നുണ്ട്, മൾട്ടി സ്പെഷ്യാലിറ്റി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള സ്പെഷ്യാലിറ്റി സർവീസുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. സിംഗിൾ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല്, ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കണ്ണുണ്ടല്ലോ, നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരികയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മള് ഒഫ്താൽമോളജിസ്റ്റിനെ കാണും അല്ലെ. ഓക്കെ. കുറച്ചും കൂടി എന്താണ്, എന്താ പറയാ, ഓക്കെ, ഒന്നുകൂടി പറയാം. അതായത് ഇപ്പൊ ഞാൻ പറയുന്നത് സിംഗിൾ സ്പെഷ്യാലിറ്റി ആണ്. ഓക്കെ, സിംഗിൾ സ്പെഷ്യാലിറ്റി ആണ്, ഒന്ന് നോട്ട് ചെയ്യുക. എക്സാമ്പിൾ പറഞ്ഞത് കണ്ണാണ്. നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരികയാണെന്ന് വിചാരിക്കുക. അങ്ങനെ അസുഖം വരുമ്പോൾ നമ്മൾ ഒഫ്താൽമോളജിസ്റ്റിന്റെ സഹായം തേടും അല്ലെ. ഓക്കെ. അപ്പൊ നമ്മൾ തൊട്ടടുത്തുള്ള ഐ ക്ലിനിക്കിലായിരിക്കും പോവുക. ഓക്കെ. അതായത് ഫർദർ കണ്ണിന് എന്തെങ്കിലും ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറച്ചും കൂടി നമുക്ക് കണ്ണിന്റെ എന്താണ് ഒരു പ്രശ്നം തീവ്രമായിട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ ഐ ക്ലിനിക്കിലായിരിക്കും പോവുക. അപ്പൊ ഐ ക്ലിനിക്കിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ധാരാളം ഡോക്ടേഴ്സ് ഉണ്ടാകും. ഓക്കെ, ധാരാളം ഡോക്ടേഴ്സ് ഉണ്ടാകും. ഈ ഡോക്ടേഴ്സ് ഒക്കെ ഏത് ഡോക്ടേഴ്സാ, ഒഫ്താൽമോളജിസ്റ്റാ, കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്ടർമാർ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഡോക്ടറെ നമുക്ക് കൺസൾട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള, അതായത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ കണ്ണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഐ ക്ലിനിക് എന്ന് പറയുന്നത് സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഒന്നിനു വേണ്ടി മാത്രം, ഏതെങ്കിലും ഒന്ന്. ഓക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞു ക്യാൻസർ കെയർ കൊടുക്കാനായിട്ട് ഓങ്കോ ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ. അത് ക്യാൻസറിന് വേണ്ടി മാത്രമുള്ളതാണ്. അവിടെ ഇരിക്കുന്ന ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർമാരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ ചെല്ലുവാണെങ്കിൽ അതിനെന്ത് പറയും, സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നാണ് പറയാം. ക്ലിയർ ആയോ നിങ്ങൾക്ക് എന്താണ് സിംഗിൾ സ്പെഷ്യാലിറ്റി എന്ന്? ക്ലിയർ? ഓക്കെ. ഇനി നെക്സ്റ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി. മൾട്ടി സ്പെഷ്യാലിറ്റി എന്താ ഉദ്ദേശിക്കണേ? മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ധാരാളം ഡോക്ടേഴ്സ് അവിടെ ഉണ്ടാകും. ഓക്കെ, പലതരത്തിലുള്ള ഡോക്ടേഴ്സ് ഉണ്ടാകും. ഇപ്പൊ കാർഡിയാക്കുമായി ബന്ധപ്പെട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാകും, ഐയുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് ഉണ്ടാകും, നെഫ്രോയുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് ഉണ്ടാകും, ഓങ്കോയുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് ഉണ്ടാകും. അങ്ങനെ പല 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 ഡോക്ടേഴ്സ് ഉണ്ടാകും. പല പല ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനെയാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് നമ്മൾ പറയുക. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്ന കേട്ടോ.
സിംഗിൾ സ്പെഷ്യാലിറ്റി എന്താണ്, മൾട്ടി സ്പെഷ്യാലിറ്റി എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു ഹോസ്പിറ്റലും കൂടി ഉണ്ട്, അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി കേട്ടോ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ എനിക്കൊരു നടുവേദന വന്നെന്ന് വിചാരിക്കും. ഞാൻ എന്റെ എക്സാമ്പിൾ എടുത്ത് പറയാം. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. എന്റെ ഒരു നടുവേദന വരികയാണ്. അപ്പൊ ഞാൻ സാധാ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചു, ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചു. അവിടെ ചെന്ന് കാണിച്ചു എനിക്ക് എന്താണ് ആ ഒരു ഭാഗത്ത് എക്സ്റേ എടുത്തു. അപ്പൊ എന്താണ് കുറച്ച് എന്താ പറയാ എല്ലിന് കുറച്ച് തേയ്മാനം ഉണ്ടെന്ന് പറയാന്ന് വിചാരിക്കാം. അങ്ങനെ പറഞ്ഞു. അവിടുത്തെ ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു. മരുന്നുമായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. ഒരാഴ്ച എന്ത് ചെയ്തു, ഞാൻ മരുന്ന് കഴിച്ചു. മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗത്തിന് യാതൊരു കുറവില്ല. അതായത് നല്ല വേദനയുണ്ട്, ആ ഒരു സൈഡിൽ നല്ല വേദനയുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് പോകുന്നതിലും നല്ലത് ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിൽ എപ്പോഴും പോകുന്നതാണ്. ഓക്കെ, പല ഡോക്ടേഴ്സിനെ കാണുന്നതിലും നല്ലത് ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നതാണ് അല്ലെ. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്നാലൊന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാം. ഓക്കെ, നമ്മള് കുറെ കാശ് കളയുന്നതിലും ഭേദമല്ലേ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് ആ ഒരു നിശ്ചിത തുക തന്നെ അവിടെ അടയ്ക്കുന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങോട്ടൊന്ന് പോകാൻ വിചാരിച്ചു. അങ്ങനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോയി. ഓക്കെ, അങ്ങനെ പോകുമ്പോൾ ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഓർത്തോയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലാണ്. ഓക്കെ, ഓർത്തോയുമായി മാത്രം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ, വേറൊരു വിഭാഗവും അവിടെ പ്രവർത്തിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ഞാൻ അവിടുത്തെ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോഴാണ് ഡോക്ടർ പറയുന്നത് എന്താണ്, കുറച്ചുകൂടി, അതായത് ഈ ഒരു ഓർത്തോ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ സബായിട്ട് കുറെ എന്ത് വരുന്നുണ്ട്, വിഭാഗങ്ങൾ വരുന്നുണ്ട്. ഇപ്പോ നടുവിനാണ് എനിക്ക് പ്രശ്നമെങ്കിൽ ചിലപ്പോൾ എനിക്കൊരു സർജറി വേണ്ടി വരാം. അങ്ങനെ സർജറി വേണ്ടി വന്നാല് എന്ത് ചെയ്യണം, ഞാൻ ആ ഹോസ്പിറ്റലിൽ തന്നെയുള്ള സ്പൈനൽ സർജറി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറെ കാണിക്കണം. ഓക്കെ, ഇനി എനിക്കിപ്പോ മുട്ടുവേദന ഉണ്ടെന്ന് വിചാരിക്കുക. മുട്ടിന്റെ പ്രശ്നം, മുട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഡോക്ടർ പറയാണ്, നിങ്ങള് ഈ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ജോയിന്റ് റീപ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറെ കാണിക്കണം എന്ന് പറയാണ്. അപ്പൊ രണ്ട് വിഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്തു, എനിക്ക് ചീട്ട് തന്നു. ഞാൻ അവിടുത്തെ രണ്ട് ഡോക്ടർമാരെയും കാണിച്ചു. അപ്പോ ഓർത്തോ എന്ന് പറയുന്നത്, അതായത് ആ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഓർത്തോന് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷെ ഓർത്തോന്റെ കീഴിൽ എന്ത് വരുന്നുണ്ട്, പല ഡിവിഷൻ വരുന്നുണ്ട്. എനിക്കിപ്പോ മുട്ട് മാറ്റി വെക്കാനാണ് ഡോക്ടർ പറയുന്നെങ്കിൽ ഞാൻ ആ ജോയിന്റ് റീപ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറെയാണ് കാണിക്കേണ്ടത്. അവര് പറയുന്ന ട്രീറ്റ്മെന്റും കാര്യങ്ങളാണ് ഞാൻ എടുക്കേണ്ടത്. ഇനി സ്പൈനൽ സർജറിക്കാണ്, അതായത് ആ ഒരു ഭാഗത്തേക്ക് സർജറി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്പൈനൽ സർജറി ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് കാണണം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റ് എനിക്ക് എടുക്കണം. അങ്ങനെ ഒരു വിഭാഗത്തിന് കീഴിലായിട്ട് പല സബായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളില് ഫങ്ഷനിങ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ 3 വിഭാഗങ്ങൾ പറഞ്ഞു കേട്ടോ. ഒന്ന് സിംഗിൾ സ്പെഷ്യാലിറ്റി, എക്സാമ്പിൾ ഓർക്കുക ഐ. ഓക്കെ, രണ്ടാമത് മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി, എക്സാമ്പിൾ ഓർക്കുക പല ഡിപ്പാർട്ട്മെന്റുകള്, പല ഡോക്ടേഴ്സ്. തേർഡ് വൺ പറഞ്ഞത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ പല സബ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ? ഓക്കെ, പിന്നെ നമുക്കറിയാം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഇവിടെ കൂടുതൽ കെയറും കാര്യങ്ങളും കിട്ടും. അതുപോലെ തന്നെ റിസോഴ്സസും എക്യുപ്മെന്റ്സും ഒക്കെ എന്താണ് ധാരാളമായിട്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാക്കും. ഇനി ഒരു കാർഡിയാക് ഹോസ്പിറ്റലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ട് അവിടെ ഒരു കാത്ത് ലാബ് ഉണ്ടാകും. ഓക്കെ, കാർഡിയാക് ഹോസ്പിറ്റൽ അത്രയും അധികം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത്രയും അധികം സർവീസസുകൾ അവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഈ ഒരു വലിയ തരം ഹോസ്പിറ്റലുകളിൽ കേട്ടോ. അപ്പൊ കാർഡിയാക് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ കാത്ത് ലാബ് ഉണ്ടാകും. ഇനി പിന്നെ അതുപോലെ തന്നെ കാർഡിയാക് ഐസിയുവും അവിടെ ഫങ്ഷനിങ് ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഓങ്കോ ഹോസ്പിറ്റലാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ അവിടെ റേഡിയേഷൻ തെറാപ്പി യൂണിറ്റും അവൈലബിൾ ആയിരിക്കുള്ളൂ. ഓക്കെ, ഉണ്ടാവുന്നതാണ് പറയുന്നത് കേട്ടോ.
Next one is ownership. On the basis of ownership, a hospital can be classified as follows. Public hospital, hospital owned by government. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഓണർഷിപ്പിനെ കുറിച്ചിട്ടാണ്. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉടമസ്ഥാവകാശം അല്ലെ. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, ഇപ്പൊ എനിക്ക് എന്റെ കയ്യിൽ എന്താണ് ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ എന്താ പറയാ, ഞാനാണ് അതിന് ഓണർ ആയിരിക്കുക അല്ലെ. എന്റെ പേരിലാണ് ആ പ്രോപ്പർട്ടി അറിയപ്പെടുക. അപ്പൊ അതിനെയാണ് നമ്മൾ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് എ ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. ഓണർഷിപ്പിന്റെ ബേസിൽ നമുക്ക് ഹോസ്പിറ്റലിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനകത്ത് ആദ്യത്തേതാണ് പബ്ലിക് ഹോസ്പിറ്റൽ, രണ്ടാമത്തേത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ, മൂന്നാമത്തേത് പറയുന്നില്ല, ആദ്യത്തേത് പബ്ലിക് ഹോസ്പിറ്റൽ എന്നും രണ്ടാമത്തേത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നും തിരിച്ചിട്ടുണ്ട്. ഇനി പബ്ലിക് ഹോസ്പിറ്റൽ എന്നാണെന്ന് നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽ ഓൺഡ് ബൈ ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മള് പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. ഗവൺമെന്റിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലുകളാണ് പബ്ലിക് ഹോസ്പിറ്റൽ. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് കാറ്റഗറി കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ മാനേജ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് സച്ച് ആസ് എയിംസ്, PGI, etc. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് കേന്ദ്ര ഗവൺമെന്റ്, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളാണിത് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എയിംസും അതുപോലെ തന്നെ PGIസുമാണ്. ഓക്കെ, എയിംസ് കേട്ടോ. എയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണിത് എയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് എയിംസ്. ഓക്കെ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് എയിംസ്. നെക്സ്റ്റ് വൺ ഈസ് PGI. PGI എന്ന് പറഞ്ഞാല് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. രണ്ട് നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ? കിട്ടിയോ എല്ലാവർക്കും? എയിംസ് മീൻസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് PGI മീൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. ഈ രണ്ട് സ്ഥാപനങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഒരു കാറ്റഗറി എന്ന് വരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണ്. Those managed by state government such as district hospitals. സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് നമുക്കറിയാം സംസ്ഥാന ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലുകൾ അല്ലെ. സംസ്ഥാന ഗവൺമെന്റ് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഓണറിൽ അല്ലെങ്കിൽ അവരുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ജില്ലാ ആശുപത്രികളാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിന് ഉദാഹരണമായിട്ട് വരിക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 14 ജില്ലകളുണ്ട്. 14 ജില്ലകളിലുമായിട്ട് 14 ജില്ലാ ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ജില്ലാ ആശുപത്രികളുടെ നേതൃത്വം ആരാണ് വഹിക്കുന്നത്? അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളാണ് വഹിക്കുന്നത് കേട്ടോ. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലുകളാണ് നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. Okay. Next is municipal hospitals. Okay, municipal hospitals, those managed by district administration. അതായത് നമ്മുടെ ജില്ലാ ഭരണകൂടം മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളാണത് മുനിസിപ്പൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ താലൂക്ക് തലത്തിലുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഇല്ലേ, മുനിസിപ്പൽ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ എന്താണ്? ഒരു ജില്ലാ ഭരണകൂടം. ജില്ലാ ഭരണകൂടം മീൻസ് നിങ്ങൾക്ക് അറിയാലോ, ജില്ലാ കളക്ടർ അധികാരി ആയിരിക്കുന്നതാണ് ജില്ലാ ഭരണകൂടം എന്ന് പറയുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ആര് പ്രവർത്തിക്കുന്നത്? നമ്മുടെ മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് PSU hospital, those managed by specific PSU like Railway, Coal India Limited. Okay,
അതായത് PSU ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പബ്ലിക് സെക്ടർ യൂണിറ്റ് ഹോസ്പിറ്റലുകളാണത് PSU ഹോസ്പിറ്റൽ കേട്ടോ. പബ്ലിക് സെക്ടർ യൂണിറ്റ് ഹോസ്പിറ്റൽ ഒന്ന് ഫുൾ ഫോം എഴുതിയെടുക്കുക. പബ്ലിക് സെക്ടർ യൂണിറ്റ് ഹോസ്പിറ്റൽ. ഓക്കെ, ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് റെയിൽവേക്ക്, അതായത് റെയിൽവേ ആശുപത്രികളൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ കോൾ ഇന്ത്യ ലിമിറ്റഡ് പോലുള്ള ആശുപത്രികളൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഇതിൽ വരുന്ന ഹോസ്പിറ്റലുകളാണ് PSU ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് റെയിൽവേ പോലെ അല്ലെങ്കിൽ കോൾ ഇന്ത്യ ലിമിറ്റഡ് പോലെയുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, PSU ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പബ്ലിക് ഹോസ്പിറ്റല് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്, മുനിസിപ്പൽ ഹോസ്പിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ PSU ഹോസ്പിറ്റൽസ് ഉണ്ട്. ഓക്കെ, പബ്ലിക് സെക്ടർ യൂണിറ്റ് കേട്ടോ, PSU എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ യൂണിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ. അതായത് ഒരു ഹോസ്പിറ്റല് എന്താണ്, ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ, സ്വകാര്യ ഓർഗനൈസേഷനോ എന്താണ് ഉടമയായിരിക്കുന്ന ഹോസ്പിറ്റലുകളാണെന്ത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയോ അല്ലെങ്കിൽ സ്വകാര്യ ഓർഗനൈസേഷനോ ഉടമസ്ഥനായിരിക്കുന്ന ഹോസ്പിറ്റലുകളാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അതിനകത്ത് ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റൽ ദാറ്റ് ഹാവ് ദ ബിസിനസ് പർപ്പസ്. അതായത് ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. അത് അവരുടെ ഒരു ഉദ്ദേശം, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭം മാത്രമാണ്. ഓക്കെ, പ്രോഫിറ്റ് മാത്രമാണ്. അതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ, അതായത് ആളുകൾ വരുന്നു, രോഗികൾ വരുന്നു, പൈസ കൊടുക്കുന്നു, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, അവര് തിരിച്ചു പോകുന്നു. അതിനപ്പുറത്തേക്കും ഒന്നുമില്ല, ഒരു സ്ട്രാറ്റജിയോ സർവീസോ ഒന്നും അവിടെ അവൈലബിൾ അല്ല. ഓക്കെ, പൈസ കൊടുത്താൽ മാത്രം എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളാണ് എന്ത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പാർട്ട്ണർഷിപ്പ്, ഹോസ്പിറ്റൽ ദാറ്റ് ആർ ഓൺഡ് ബൈ ഇൻഡിവിജ്വൽ ഓർ ഇൻ പാർട്ട്ണർഷിപ്പ്. അതായത് രണ്ട് വ്യക്തികളുടെ എന്താ പറയാ ഷെയറിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് എന്ത് പറയുന്നത്, ഇൻഡിവിജ്വൽ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. ഒന്നില്ലെങ്കിൽ 2-3 വ്യക്തികൾ ചേർന്നിട്ട് അല്ലെങ്കിൽ 2-3 സ്ഥാപനങ്ങളൊക്കെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽസ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ഓൺഡ് ബൈ പ്രൈവറ്റ് കമ്പനി. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനി ഓണർ ആയിരിക്കുന്ന ഹോസ്പിറ്റലുകളാണെന്ത് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, ടാറ്റയുടെ ഹോസ്പിറ്റൽ. ഓക്കെ, ടാറ്റയുടെ ഹോസ്പിറ്റൽ, ടാറ്റ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രൈവറ്റ് കമ്പനി അല്ലേ. ഈ പ്രൈവറ്റ് കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ഹോസ്പിറ്റലുകളാണെന്ത് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ. ഏതെങ്കിലും ഒരു സ്വകാര്യ കമ്പനി അവരുടെ കീഴിൽ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നോട്ട് ഫോർ പ്രോഫിറ്റ് hospital owned by NGO, charitable organization that do not have a business purpose connected with it. Okay, അതായത് ലാഭത്തിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന ചില ഹോസ്പിറ്റൽസ് ഉണ്ട്, ലാഭത്തിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസ്. അതിപ്പോ എന്താ പറയാ, ചില നമുക്കറിയാലോ തുച്ഛമായിട്ടുള്ള തുക വാങ്ങിയിട്ട് ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളുണ്ട്, ചാരിറ്റി ആയിട്ട് ചെയ്യുന്ന ഹോസ്പിറ്റലുകളുണ്ട്. ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓണർഷിപ്പ് ഇത്രയേ ഉള്ളൂ. ആദ്യം ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിനെ പബ്ലിക് ഹോസ്പിറ്റൽ എന്നും പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ഓണർ ആയിരിക്കുന്ന ഹോസ്പിറ്റലാണ്. അതിനെ തന്നെ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്: സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, മുനിസിപ്പൽ ഹോസ്പിറ്റൽ ആൻഡ് PSU ഹോസ്പിറ്റൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണ്.
സ്വകാര്യ വ്യക്തികളുടെയോ സ്വകാര്യ കമ്പനികളുടെ അല്ലെങ്കിൽ എന്താണ് ഓർഗനൈസേഷന്റെയോ ഉടമയായിരിക്കുന്ന ഹോസ്പിറ്റലാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതിൽ തന്നെ 4 കാറ്റഗറി ഉണ്ട്. ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഇൻഡിവിജ്വൽ പാർട്ണർഷിപ്പ് ഹോസ്പിറ്റൽ, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണോ? അടുത്തയിലോട്ട് പോയിക്കോട്ടെ. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ NGO മീൻസ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ കേട്ടോ. ഗവൺമെന്റിന്റേതല്ലാത്ത ഇതര സ്ഥാപനം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. NGO നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു 10 മിനിറ്റ് നീക്കി വെക്കാം കേട്ടോ. ചോദിച്ചാൽ മതി കേട്ടോ. PGI പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, PGI പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. Next one, system of medicine. Okay. In the modern world, allopathy as a system of medicine is mainly used as a system of medicine. However, in India, Ayurveda, homeopathy, and Unani are also acknowledged system of medicine and preferred by many people. Depending upon their prominent system of medicine, hospitals can be classified as homeopathy hospital, Ayurveda hospital, or Unani hospital. Even though such hospitals are few in numbers, there is an increasing interest of people in availing treatment of this system of medicine. അതായത് നമ്മുടെ നാട്ടില് മോഡേൺ മെഡിസിൻ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. മീൻസ് ഇംഗ്ലീഷ് മരുന്നുകളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഇന്ത്യയില് മോഡേൺ മെഡിസിൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിലും നമ്മുടെ ഇന്ത്യയില് ആയുർവേദ മരുന്നുകള്, അതുപോലെ തന്നെ ഹോമിയോപ്പതി മരുന്നുകള്, യുനാനി മരുന്നുകൾക്കൊക്കെ എന്താണ് ആളുകള് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മരുന്നുകള് ഉപയോഗിക്കുന്നതിന്റെ കൂടെ തന്നെ ആളുകൾ എന്ത് ചൂസ് ചെയ്യുന്നുണ്ട്? ഹോമിയോപ്പതിയും ആയുർവേദയും യുനാനിയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ, നിങ്ങളുടെ വീട്ടിലിപ്പോ നിങ്ങളുടെ അമ്മൂമ്മയോ അപ്പൂപ്പനോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതലും അവര് ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് ആയുർവേദ മരുന്നുകളോ അല്ലെങ്കിൽ ഹോമിയോപ്പതി മരുന്നുകളോ ആയിരിക്കും. അതായത് ഇംഗ്ലീഷ് മരുന്നുകളുടെ കൂട്ടം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മരുന്നുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിച്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ മരുന്നുകള് ഓരോരോ മരുന്നുകൾ കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തില് നമുക്ക് ഹോസ്പിറ്റലുകളെ തരം തിരിക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ മോഡേൺ മെഡിസിൻ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ നമുക്ക് എന്ത് വിളിക്കാം? അലോപ്പത്തിക് ഹോസ്പിറ്റൽ എന്ന് വിളിക്കാം അല്ലെ. ഓക്കെ, മോഡേൺ ഇംഗ്ലീഷ് മരുന്നുകളാണ് ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതെങ്കിൽ അതിനെ അലോപ്പത്തിക് ഹോസ്പിറ്റൽ എന്ന് വിളിക്കാം. ഇനി ഹോമിയോ മരുന്നുകളാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതെങ്കിൽ അതിനെ ഹോമിയോ ഹോസ്പിറ്റൽ എന്ന് തിരിക്കാം. അതുപോലെ തന്നെ ആയുർവേദിക് മരുന്നുകളാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതെങ്കിൽ അതിനെ ആയുർവേദിക് ഹോസ്പിറ്റൽ എന്ന് തിരിക്കാം. അപ്പൊ മരുന്നുകൾ എങ്ങനെയാണോ, ഏത് രീതിയിലുള്ള മരുന്നുകളാണോ നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം? നമുക്ക് ഹോസ്പിറ്റലുകളെ തരംതിരിക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെഡിസിൻ കൊടുക്കുന്ന രീതിക്ക് അനുസരിച്ച് നമ്മൾക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ആളുകളുടെ എണ്ണം, അതായത് ഈ മരുന്നുകൾ ഉപയോഗിക്കുന്ന ഇപ്പൊ ഹോമിയോ ആയാലും ആയുർവേദ ആയാലും യുനാനി ആയാലും ഒക്കെ എന്താണ് ആളുകൾ കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നുണ്ട് ഈ മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ കാലത്തായാലും പണ്ടത്തെ കാലത്തായാലും ആളുകൾക്ക് ഇതിനോടുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നില്ല? മായുന്നില്ല. മീൻസ് അത് അവര് മറക്കുന്നില്ല, അതിനെ കൂടുതൽ എന്ത് ചെയ്യാണ്? ചൂസ് ചെയ്യാണ്. ഇംഗ്ലീഷ് മരുന്നുകളോടൊപ്പം തന്നെ ഈ ഉള്ള മരുന്നുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതല് ആവശ്യക്കാര് ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ലെങ്ത് ഓഫ് സ്റ്റേ ആണ് കേട്ടോ. ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞാല് ആ ഒരു എന്താ പറയാ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്ന ആ ഒരു പീരീഡ് കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. On the basis of length of stay generally needed for a patient in a hospital can be classified as long stay hospital and short stay hospital. അതായത് ഈ ഒരു നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ആളുകൾ താമസിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ എത്ര നേരമാണ് അല്ലെങ്കിൽ എത്ര ദിവസമാണ് ഹോസ്പിറ്റലുകളിൽ താമസിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം?
ഹോസ്പിറ്റലുകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനകത്ത് ഒന്നാണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ. ഓക്കെ, രണ്ടാണ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് നോക്കാം. ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ. Patients in short stay hospitals are required to be admitted for a relatively shorter period, such as 1 or 2 days up to 20 days. Most hospitals that we see in our locality are short stay hospital. അതായത് പേഷ്യൻസ്, രോഗികള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത് ഒരു ഷോർട്ടർ പീരീഡ് ആയിരിക്കും. ഓക്കെ, അതായത് കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് രോഗികൾ എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. അതിന്റെ കാലയളവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ 1 or 2 ദിവസം, അല്ലെങ്കിൽ 20 ദിവസം വരെ. ഇത്രയും കാലയളവില് പേഷ്യൻസ് ഒരു ഹോസ്പിറ്റലിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിനെ നമുക്ക് എന്ത് വിളിക്കാം? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് വിളിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, പേഷ്യൻസ് കിടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ, പേഷ്യൻസ് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഷോർട്ട് സ്റ്റേ, ഒന്ന് ലോങ് സ്റ്റേ. ഷോർട്ട് സ്റ്റേ എന്ന് പറഞ്ഞാല് പേഷ്യൻസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ്. അതൊന്നില്ലെങ്കിൽ 1 or 2 days up to 20 days വരെ ആകാം എന്ന് പറയുന്നുണ്ട്. ഇത്തരം ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമ്മുടെ ലൊക്കാലിറ്റിയില് നമ്മുടെ കൂടുതൽ കണ്ടുവരുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അത് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ ആണ് കേട്ടോ. നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ എന്താണ്? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ. These hospitals offer care that generally requires its patients to stay for a long term, such as months or years in the hospital. Typically, such hospitals will be mental hospital, rehabilitation center, geriatric care center, palliative care unit, etc. Due to long-term residential needs, these hospitals are built in such a manner that gives it a feel of home-like environment rather than a hospital. അതായത് ഈ ഒരു ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അതെന്താണ്? ലോങ് ടേം ആയിട്ടാണ് ആളുകൾ അവിടെ താമസിക്കുന്നത്. അത് ആഴ്ചകളോ ദിവസങ്ങളോ അല്ല താമസിക്കുന്നത്, മറിച്ച് മാസങ്ങളോ വർഷങ്ങളോ എടുത്തിട്ടാണ് ആളുകൾ അവിടെ സ്റ്റേ ചെയ്യുക. ഈ ഒരു ലോങ് സ്റ്റേ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് മെന്റൽ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ റിഹാബിലിറ്റേഷൻ സെന്റർ, ജിറിയാട്രിക് കെയർ സെന്റർ, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് ആണ്. ഓക്കെ, മെന്റൽ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, അവിടെ മാസങ്ങളോ വർഷങ്ങളോ എടുത്തിട്ടാണ് ആളുകളെ ഭേദമാക്കുന്നത്. നമുക്ക് 1 or 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ആഴ്ചയോ എടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. വർഷങ്ങളോ മാസങ്ങളോ എടുത്തിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്തിട്ട് പഴയ രീതിയിലേക്ക് നമുക്ക് ആക്കാനായിട്ട് സാധിക്കുക. അപ്പൊ മെന്റൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ലോങ് സ്റ്റേ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ റിഹാബിലിറ്റേഷൻ സെന്റർ. റിഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറയുന്നത് പുനരധിവാസ കേന്ദ്രങ്ങളാണ്. പുനരധിവാസ കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയാം ഡ്രഗ് അഡിക്ഷൻ സെന്റർ പുനരധിവാസ കേന്ദ്രത്തിൽ വരാം. അതുപോലെ ആൽക്കഹോൾ അഡിക്ഷൻ സെന്റർ പുനരധിവാസ കേന്ദ്രത്തിൽ വരാം. ഇങ്ങനെയുള്ള, അതായത് ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ ഒരു നിശ്ചിത മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് പഴയ രീതിയിലേക്ക് അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരുന്നത്. പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അവരിലെ ആ ഒരു അഡിക്ഷൻ നമുക്ക് നിർത്താനായിട്ട് സാധിക്കില്ല. അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറെ അധികം എന്ത് വരുന്നുണ്ട്, ടൈം വേണ്ടി വരുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള രോഗികളെ താമസിപ്പിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളെയാണ് എന്ത് പറയുന്നത്, റിഹാബിലിറ്റേഷൻ സെന്റർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ജെറിയാട്രിക് കെയർ സെന്റർ ആണ്. ജെറിയാട്രിക് കെയർ സെന്റർ എന്ന് പറയുമ്പോൾ ഈ പ്രായമായിട്ടുള്ള ആളുകളെ നോക്കുന്ന കേന്ദ്രങ്ങൾ. ഓക്കെ, മക്കൾക്കൊക്കെ എന്താ പറയാ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്, ചിലവർക്ക് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ നോക്കാനായിട്ട്. മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന, ജോലിക്കൊക്കെ പോകുന്ന മക്കളൊക്കെ ഉണ്ട്, വളരെ ബിസി ഷെഡ്യൂളിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ എന്ത് ചെയ്യും, അച്ഛനമ്മമാരെയൊക്കെ ഒരു നിശ്ചിത കാലത്തേക്ക് ഒരു കേന്ദ്രത്തില്, അവിടെ അവർക്ക് എന്ത് കിട്ടും, എല്ലാ തരത്തിലുള്ള സർവീസസും അവൈലബിൾ ആയിരിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളാണ് എന്ത്, ജെറിയാട്രിക് കെയർ സെന്റർ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് ആണ്.
പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, അതായത് കിടപ്പ് രോഗികൾ അല്ലെ, ഒന്നിനും വയ്യാത്ത, അതായത് എണീറ്റ് സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത രോഗികളാണത് പാലിയേറ്റീവ് കെയർ രോഗികൾ എന്ന് പറയുന്നത്. അതായത് അവരെ ഒരു കിടപ്പിലായിരിക്കും, ഒന്നും ചെയ്യാൻ സാധിക്കില്ല, മറ്റുള്ളവരുടെ സഹായം അവർക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പൊ ഇത്തരം രോഗികളെ നോക്കാൻ വേണ്ടിയിട്ട് എന്താണ്, അല്ലെങ്കിൽ ഇത്തരം രോഗികളെ ശുശ്രൂഷിക്കുന്നത് കുറെ നാളെടുത്തിട്ടായിരിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള രോഗികളെ ശുശ്രൂഷിക്കുന്ന കേന്ദ്രങ്ങളാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, അത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്നും ലോങ് ടൈം ഹോസ്പിറ്റലിൽ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ലോങ് സ്റ്റേ ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു ഹോം ഫീൽ എൻവയോൺമെന്റ് ആണ് കാണാനായിട്ട് സാധിക്കുക. നിങ്ങൾ ചില മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഇപ്പോ ലാലേട്ടന്റെ സിനിമയായിട്ടുള്ള താളവട്ടം, എനിക്ക് തോന്നുന്നു അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം അല്ലെ. ഒരു മെന്റൽ പേഷ്യന്റ് ആയിട്ട് അവിടെ കിടക്കുകയാണ് അല്ലെ അദ്ദേഹം. അപ്പോ ആ ഒരു എന്താ പറയാ, ആ ഒരു പർട്ടിക്കുലർ കുറെ ആളുകളുണ്ട്, അവരുമായിട്ട് ഒരു എന്താ പറയാ കുടുംബം പോലെയാണ് അവർ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം, പൃഥ്വിരാജിന്റെ ഒരു മൂവിയുണ്ട്, ആൽക്കഹോൾ അഡിക്ഷൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ചിരിക്കുന്ന അദ്ദേഹം കുറെ നാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡി അഡിക്ഷൻ കേന്ദ്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, താമസിക്കുന്നുണ്ട് അല്ലെ. അവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ എന്താണ് മിങ്കിൾ ചെയ്യുന്നുണ്ട്, ഒരു കുടുംബം പോലെയാണ് എന്ത് ചെയ്യുന്നത്, കഴിയുന്നത് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്, ഒരു എന്താ പറയാ ആളുകളിൽ അവരുടെ ഒരു പുതിയൊരു വീടെന്ന നിലയില് ആളുകൾക്ക് കാണാനും പഴയ അവസ്ഥയിലേക്ക് അവർ പോവാനും എന്ത് ചെയ്യും, അതായത് അവര് നല്ല ആരോഗ്യവാനായിരുന്ന സമയത്ത് എങ്ങനെയാണോ അതുപോലെ അവരെ തിരിച്ച് ആക്കാനും ഈ ഒരു കേന്ദ്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലോങ് സ്റ്റേ ഹോസ്പിറ്റലുകള് സഹായിക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീർന്നു കേട്ടോ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡൗട്ട് ഒന്നുമില്ല ആർക്കും, സംസാരിക്കാം കേട്ടോ. ഞാൻ മ്യൂട്ട് മൈക്ക് ഓഫ് ആക്കി വെച്ചേക്കുമായിരുന്നു. സംശയമില്ല ആർക്കും? ഡൗട്ട് ഉണ്ടോ? സിസ്റ്റം ഓഫ് മെഡിസിൻ ഒന്നുകൂടി പറയോ? സിസ്റ്റം ഓഫ് മെഡിസിൻ മോളെ, സിസ്റ്റം ഓഫ് മെഡിസിൻ പറയാം. ഞാൻ പറഞ്ഞില്ലേ, അതായത് മോഡേൺ മെഡിസിൻ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ നമ്മൾ എന്താ വിളിക്കുക, അലോപ്പത്തിക് ഹോസ്പിറ്റലുകൾ എന്നല്ലേ വിളിക്കുക അല്ലെ. എന്താണ് നമുക്ക് കിട്ടുക, തൊയ്ബ ആരോ മ്യൂട്ട് ആക്കി വെക്കൂ കേട്ടോ. അതായത് ഓരോ മെഡിസിൻസ് കൊടുക്കുന്ന ആശുപത്രികളെ നമ്മൾക്ക് ഓരോ ഇതായിട്ട് കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. മോഡേൺ മെഡിസിൻ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ അലോപ്പത്തിക് ഹോസ്പിറ്റൽ എന്ന് പറയും. യുനാനി മെഡിസിൻ ആണ് കൊടുക്കുന്നതെങ്കിൽ യുനാനി ഹോസ്പിറ്റൽ എന്ന് പറയും. ഇനി ഹോമിയോപ്പതിക് മെഡിസിൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ഹോമിയോ ഹോസ്പിറ്റൽ എന്ന് പറയും. അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ഏത് മെഡിസിൻ ആണോ കൊടുക്കുന്നത് അതിന്റെ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഹോസ്പിറ്റൽസിനെ എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ മാം, ക്ലിയർ ആയി. ഓക്കെ, ഇനി വേറെ ആർക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. അതിനാണ്. സ്പീഡ് ഉണ്ടായിരുന്നോ? സ്പീഡായിരുന്നോ? ഇല്ല. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. അപ്പോ എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വന്നത് കൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? മാഡം ഞങ്ങളെ ക്ലാസ്സിൽ മാഡം ഫസ്റ്റ് അല്ലേ? എന്താ മാഡം ഇതിന്റെ മുന്നത്തെ ക്ലാസ്സിലേ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ. ഞാന് മൺഡേ ഉണ്ടായിരുന്നു. ഇതേ എന്താ വേറെ വേറെ ടീച്ചേഴ്സ് ആവുമ്പോ ആകെ കൺഫ്യൂഷനോ? ഓക്കെ, മൺഡേ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ ഇത് രണ്ടാമത്തെ ക്ലാസ് എന്റെ നിങ്ങളുടെ. മാമിന്റെ പേരെന്താ? എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഡൗട്ടും കാര്യങ്ങളും ഒന്നും ഇല്ല അല്ലെ? ഡൗട്ടൊക്കെ തീർന്നു എല്ലാവരുടെ? സംശയമൊന്നുമില്ലല്ലോ? ഇത്രയും കാര്യങ്ങൾ ഒരു ചാപ്റ്റർ ആണ് നമ്മളിവിടെ ഫിനിഷ് ചെയ്തത്. സെക്കൻഡറി കെയർ വേണോ അല്ലെ? ഓക്കെ, പറയാം.
സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് പ്രൈമറി കെയറിനേക്കാളും കുറച്ചും കൂടി എന്തുണ്ട്, ഹൈ ലെവലിലുള്ള സർവീസ് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അത് ആദ്യം ഓർത്തിരിക്കുക. പ്രൈമറി കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കെയർ മാത്രമേ അവിടെ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. ഓക്കെ, ഇനി സെക്കൻഡറി കെയറിലോട്ട് ചെന്നാൽ അതിനേക്കാളും കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കെയർ അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സർജറീസ്, ഓപ്പറേഷൻസ് അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പ്രൈമറി കെയറിൽ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്നേ ഇല്ല. അവിടെ സുഖപ്രസവങ്ങളാണ് എടുക്കുന്നത് കേട്ടോ. നോർമൽ ഡെലിവറീസ് ആണ് അവിടെ എടുക്കുന്നത്. ജനറൽ സർജറീസ് അതുപോലെ തന്നെ നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറീസ് ഒക്കെ നടക്കുന്നത് സെക്കൻഡറി കെയറിലാണ്. പിന്നെ അത്യാവശ്യത്തിന് നമുക്ക് ഇന്റൻസീവ് കെയർ ഫെസിലിറ്റീസ് അവിടെ കിട്ടുന്നുണ്ട്, സെക്കൻഡറി കെയറിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ CHC ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളാണ് സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, പ്രൈമറി കെയർ പറഞ്ഞപ്പോ പറഞ്ഞു എക്സാമ്പിൾ PHC ആ വരിക. ഇനി സെക്കൻഡറി കെയർ നോക്കുമ്പോൾ CHC ആണ് വരിക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഞാൻ പറഞ്ഞു, കുറച്ചും കൂടി റിസോഴ്സസ് അവിടെ കാണാനായിട്ട് സാധിക്കും. സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ കാണാനായിട്ട് സാധിക്കും. എമർജൻസി കേസുകൾ അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി എന്താ പറയാ, നല്ല രീതിയിലുള്ള പരിചരണം അവിടെ നമുക്ക് കിട്ടും. ഇതാണ് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ. അധികം പാടൊന്നുമില്ല, വായിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ മൊത്തം എന്ത് ചെയ്യാം, ഒന്ന് ഇരുന്ന് വായിക്കാനായിട്ട് നോക്കുക. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പബ്ലിക്, രണ്ട് പ്രൈവറ്റ്. അതിനകത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നോക്കിയ സ്ലൈഡിൽ ഒന്ന് നോക്കിയേ. ഒന്ന് പബ്ലിക് ഹോസ്പിറ്റൽ, നമ്മുടെ സർക്കാർ ആശുപത്രികൾ. അത് കേന്ദ്ര സർക്കാരിൻ്റെതാവാം, സംസ്ഥാന സർക്കാരിൻ്റെതാവാം. ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെയാണ് പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അവിടെ എന്താണ്, മെഡിസിൻസ് ഒക്കെ ഫ്രീ ആണ്, കൺസൾട്ടേഷൻ ഫ്രീ ആണ്. OP ചീട്ടിന് മാത്രം എന്ത് കൊടുത്താൽ മതി, നമ്മൾ പൈസ കൊടുത്താൽ മതി അല്ലെ. അതൊന്ന് തിങ്ക് ചെയ്യുക കേട്ടോ. ചില കാര്യങ്ങൾ നമ്മൾ ലോജിക് ഉപയോഗിച്ച് തിങ്ക് ചെയ്യുക. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് സെൻട്രൽ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലാണ്. അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എയിംസും PGയും. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാല് സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിലുള്ള ഹോസ്പിറ്റലാണ്. എക്സാമ്പിൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ഇനി മുനിസിപ്പൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് നമ്മുടെ ജില്ലാ ഭരണകൂടം അധികാരിയായിട്ടുള്ള ഹോസ്പിറ്റലാണ് മുനിസിപ്പൽ ഹോസ്പിറ്റൽ. PSU ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് റെയിൽവേ പോലെയുള്ള ഹോസ്പിറ്റൽ, അതായത് റെയിൽവേയുടെ കീഴിലുള്ള ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലാണിത് PSU ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റല് ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ തിരിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ലാഭത്തിന് വേണ്ടിയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഇൻഡിവിജ്വൽ പാർട്ണർഷിപ്പ് ബേസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ, അതുപോലെ ഹോസ്പിറ്റൽ. എന്താ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, അത് ഇത്രയും റെയിൽവേന്റെ കാര്യങ്ങൾ എന്ത് ചെയ്തു, അതിലുള്ളത് അത് ക്ലിയർ ആയെന്ന് അവർക്ക് വിശ്വസിക്കുന്നു മാത്രമല്ല. കേട്ടോ. അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. Okay, ma'am. Thank you. ഓക്കെ, വായിച്ചു നോക്കാം. താങ്ക് യു മാം. വായിച്ചു നോക്കാം. Thank you, ma'am. ഓക്കെ മാം. Thank you, ma'am.